സോ ദിസ് ഈസ് ദി ഓൾ ന്യൂ ജൂപ്പിറ്റർ. ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ കാണാം വളരെ അധികം ഇമ്പ്രസീവായ ഒരു കളർ തന്നെ വരുന്നുണ്ട്. 2 മോഡൽസ് വരുന്നുണ്ട്. ഇതൊരു കളറും ബാക്കിലുള്ള വേറെ കളേഴ്സാണ്. ഓക്കെ, അപ്പം ജൂപ്പിറ്ററിൻ്റെ ഈ കളർ വേരിയന്റിന്റെ പേരാണ് ഡോൺ ബ്ലൂ എന്നുള്ളത്. നമുക്ക് 2 തരം കളർ കോമ്പിനേഷൻസിൽ കാണാൻ പറ്റും. ഒരു വലിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കാണാം, ഇവിടെ ഒരു പിയാനോ ബ്ലൂ ഫിനിഷ് ഉണ്ട്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ബ്ലൂ ടോൺ ഭയങ്കര റോഡ് പ്രസൻസ് അട്രാക്ട് ചെയ്യുന്ന ഒരു കളർ തന്നെയായിരിക്കും. ഓൺ റോഡ് സൺലൈറ്റിൽ നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് പോകാൻ പറ്റും. ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ടൈപ്പ് മോഡൽ തന്നെയാണ്. ഓക്കെ, വേറെ കാര്യം പറയാനുള്ളത്, ഇവിടെ വലിയൊരു DRLs റൺ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് DRLs മാത്രമല്ല, ഇതിനകത്താണ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരുന്നത്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. കണ്ടോ, ഇൻഡിക്കേറ്റർ ലൈറ്റ്സും ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കണ്ടത്, ഈ ഒരു വണ്ടിക്ക് ഹസാർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവർ. ഓൺ സ്റ്റോർ തന്നെ നമുക്ക് ഇതിനകത്ത് ഹസാർഡ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ ബട്ടൺ ഒരു ലോങ് പ്രസ് ഒരു 3 സെക്കൻഡ്സോളം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, 2 സൈഡ് LEDസും കത്തുന്നതായിരിക്കും. ഹസാർഡ് ഫീച്ചറും കൂടിയും ഇതിനകത്ത് സ്റ്റോക്കായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞ വലിയൊരു കാര്യമാണ്, വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ആ പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് ഈ സൈഡിൽ കൂടെ ബാക്കിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അത് ജസ്റ്റ് എക്സ്റ്റെൻഡ് ആയിട്ട് അങ്ങോട്ട് പോകണം കാണാൻ പറ്റും. പിന്നെ വലിയ ലോങ് സീറ്റാണ്. കണ്ടോ, ഞാൻ ഏകദേശം 6 ഫീറ്റ് ടോളാണ്. അപ്പം എൻ്റെ ഒരു ആമിൻ്റെ ലെങ്ത് അത്ര ഉണ്ട് ഈ സീറ്റിന്. അപ്പം പാസഞ്ചർ കംഫേർട്ട് ആണെങ്കിലും പില്ലിയൻ കംഫേർട്ട് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. റൈഡറിന് മാത്രമല്ല പില്ലിയനും ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വൈഡ് ലോങ് സീറ്റാണ്. എന്ന് വെച്ചാൽ അത് 3 പേരൊന്നും പോകാൻ പാടില്ല കേട്ടോ, നിയമവിരുദ്ധമാണ്. പിന്നെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 12x12 വീൽ സൈസ് വരുന്നത്. ഇത് ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡലാണ്. 220 mm ആണ് ഡിസ്ക് സൈസ് വരുന്നത്. ബാക്ക് ഡ്രം ആണ്, 160 mm ഡ്രംസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ എൻജിൻ കവറിലൊരു ചെറിയൊരു TVS ലോഗോ ആണ്. ശരിക്കും എൻക്രിപ്റ്റഡ് ആണ്. ഉള്ളിലേക്ക് അവർ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ഈ TVSന്റെ വണ്ടികൾക്ക് വരുമ്പം സെൻറ്റർ സ്റ്റാൻഡ്സ് ഭയങ്കര ഈസിയാണ് എടുത്തു വെക്കാനായിട്ട്. ഓക്കെ, അതിന് അങ്ങനെ ഒരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് സൈഡ് പ്രൊഫൈൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ ഇതിൻ്റെ ഒരു ബ്ലൂ, ആ ഒരു ഡോൺ ബ്ലൂയുടെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഓക്കെ, ബാക്ക് പ്രൊഫൈലിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആ ഒരു വലിയൊരു മഡ് ഗാർഡ് തന്നെ കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് നമ്പർ പ്ലേറ്റിൽ വെക്കാൻ സ്ലോട്ട്സ് ഉണ്ട്. ഇത് മൊത്തം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനകത്ത് ഇവിടെ TVS എന്നൊരു നല്ലൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു DRL ടൈപ്പ് ഓഫ് ബ്രേക്ക് ലൈറ്റ്സ് തന്നെയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു 2 കളർ ടോണും ഈ ഒരു ഡോൺ ബ്ലൂവിൻ്റെ കൂടിയും ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിനോടെയും നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഇവിടെ ചെറിയതായിട്ടൊരു ഫെയ്ഡഡ് ആയിട്ടുള്ളൊരു കളർ കാണാം സീറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിന് വരുമ്പം. ഈ ഒരു ഗ്രാബ് റെയിൽസ് ആണെങ്കിൽ തന്നെ നമുക്ക് സെയിം പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡാഷിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റേർഡ് പാറ്റേൺ കാണാം. ഈ ഒരു ഭാഗം മാത്രം ശരിക്കും റഫ് ടെക്സ്റ്റേർഡാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഫുള്ളി ഇലക്ട്രിക്കൽ ക്ലസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഒരു സ്പീഡ് കാണാം, ഫ്യൂവലിൽ കാണാൻ പറ്റും, ആവറേജ് കിലോമീറ്റേഴ്സ് കാണുന്നുണ്ട്. പിന്നെ ഒരു 3 to 4 ട്രിപ്പ് മീറ്റേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓഡോ ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ടേൺ ബൈ ടേൺ ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്മാർട്ട് കണക്ട് എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് സ്മാർട്ട് കണക്ട് വഴി ഫോണിൽ നിന്ന് നിങ്ങൾക്ക് ടേൺ ബൈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡ് വോയിസ് കമാൻഡ്സും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കറൻ്റ്ലി ഇപ്പോൾ ഉള്ള മോഡലിൽ ഫംഗ്ഷൻ അല്ല, ഇതിൻ്റെ ടോപ്പ് 10 മോഡൽസിലാണ് വരുന്നത്. ഓക്കെ, ഇനി സ്വിച്ചസ് പറയാനായിട്ട് ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഇപ്പം ട്രാഫിക്കിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഫ്യൂവൽ എക്കണോമി ലാഭിക്കാനായിട്ടുള്ളൊരു ഫീച്ചറാണ്. എൻ്റെ ഒരു സ്റ്റോപ്പ് സ്ഥലത്ത് വരുമ്പം എൻജിൻ ഓഫായിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അതിന് ആക്സിലറേറ്റേഴ്സ് കൊടുക്കുമ്പോൾ ആയിരിക്കും വീണ്ടും എൻജിൻ ഓൺ ആവുന്നത്. ഫ്യൂവൽ എക്കണോമി, ഫ്യൂവൽ കൺസർവേഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബേസിക് കൺട്രോൾസ് തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഹൈ ബീം, ലോ ബീം കാണാൻ പറ്റും, ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും, നമുക്ക് ഒരു ഹോണിൻ്റെ സ്വിച്ച് കാണാൻ പറ്റും. ഇൻഡിക്കേറ്റേഴ്സിൽ നേരത്തെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് പോയാൽ അതൊരു 3 സെക്കൻഡ്സോളം ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഹസാർഡ് ടേൺ ഓൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഹുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകം എന്നുള്ള ഒരു ടൈപ്പ് A ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്ലൗ ബോക്സ് പോലെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡിവൈസസ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഫ്രണ്ടിലാണ് ഇതിൻ്റെ പെട്രോൾ ഇൻടേക്ക് വരുന്നത്. ഓക്കെ, അത്
ആക്സസ് ചെയ്യാനായിട്ട് ഈ കീ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് റൈറ്റിലേക്ക് തിരിച്ചാൽ മതി. നമ്മൾ കാണാൻ പറ്റും ഓപ്പണായി വരുന്നത്. അപ്പം ഫ്രണ്ട് ഫില്ലിംഗ് ആണ് ഇതിനകത്ത് പെട്രോൾ വരുന്നത്, ഫ്യൂവൽ ഫ്രണ്ട് ഫില്ലിംഗ് ആണ്. ഓക്കെ, അതൊരു പുതിയൊരു ഫീച്ചറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഇരിക്കുന്ന ഇതിൻ്റെ താഴെയാണ്, നമ്മൾ ലെഗ് റെസ്റ്റ് വരുന്നതിന് താഴെയാണ് ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ടാങ്ക് വരുന്നത്. അത് വേറൊരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരു സിംഗിൾ കീ അസിസ്റ്റൻ്റ് ആണ്. ഓൺ ഓഫും ഈ ഫ്രണ്ട് ഫ്യൂവലിൻ്റെ ഇത് ലിഡും അതുപോലെ സീറ്റും ഇതിൽ തന്നെയാണ്. ഉള്ളിലേക്ക് പുഷ് ചെയ്ത് റൈറ്റിലേക്ക് തിരിച്ചാൽ ഫ്യൂവലിൻ്റെ ലിഡും, ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ അടിയത്തെ സ്റ്റോറേജ് അൺലോക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ബൂട്ടിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് 34 ലിറ്ററുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ് വരുന്നത്. 2 സെമി ഫേസ്ഡ് ഹെൽമെറ്റ്സ് സുഖമായിട്ട് ഇതിനകത്ത് കൊള്ളുന്നതാണ്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും കൂടി ഇവിടെ വേണമെങ്കിൽ നമുക്ക് കപ്പാസിറ്റി ചെയ്യാൻ പറ്റും. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെയൊക്കെ എക്സ്റ്റേണൽ പാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി, ഹെൽമെറ്റിൻ്റെ കാര്യങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി. ഇതിനകത്ത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഷാസി നമ്പേഴ്സും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെ ബൂട്ടിൻ്റെ കാര്യം പറയാനുള്ളൂ. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ 33 ലിറ്ററാണ് വരുന്നത്. 2 ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 ഹെൽമെറ്റ് സ്റ്റോർ ചെയ്താലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഗ്യാപ്സും കാര്യങ്ങളും അഡീഷണലി വരുന്നുണ്ട്. ഓക്കെ, അപ്പം എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 110cc എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തലുന്നത്. 3 കളേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു ബ്ലൂ അല്ലാതെ വേറൊരു ഗ്ലോസി ഫിനിഷ് ബ്ലൂ കൂടി വരുന്നുണ്ട്. ഈ ഒരു മാറ്റ് ഫിനിഷ് ബ്ലൂവിൻ്റെ പേര് വരുന്നത് ഡോൺ ബ്ലൂ എന്നാണ്. എടുത്തു പറഞ്ഞ കാര്യം ഈ ഒരു കളർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് പിടിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഇവിടെ കോപ്പർ ബ്രൗൺ എന്ന് വന്നിട്ട് ഈ ഒരു കളർ വേരിയൻ്റ് കൂടി വരുന്നുണ്ട്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, ജസ്റ്റ് കളറിൽ വരുന്ന ഡിഫറൻസ് ആണുള്ളൂ. ബാക്കി ഡ്യുവൽ ടോൺ വരുന്ന എല്ലാം നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഫ്രണ്ട് എൻഡ് തൊട്ടിട്ട് ബാക്ക് എൻഡ് വരെ ഈ പിയാനോ ഫിനിഷ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണാൻ പറ്റും. സൈഡിലൊക്കെ നമുക്ക് ബാക്കി വരുന്ന പ്ലാസ്റ്റിക് പീസൊക്കെ മാറ്റ് ബ്ലാക്കാണ് വരുന്നത്. പിന്നെ പ്രൈസിങ് പറയാൻ 2 മോഡലുണ്ട്. ഒരു ഫ്രണ്ട് ഡിസ്കും ഒരു ബാക്ക് ഡ്രമ്മുമായിട്ട് വരുന്ന മോഡൽ നമുക്ക് പ്രൈസിങ് വരുന്നത് 1,17,000 ആണ്. 2 ഡ്രം ബ്രേക്ക് ആയിട്ട് വരുന്ന മോഡൽസ് നമുക്ക് വരുന്നത് 1,12,000 ആണ്. ഓക്കെ, ഡിസ്ക് ബ്രേക്സിന് കാര്യമായി 220 mm ആണ് ഡിസ്ക് ബ്രേക്സ് വരുന്നത്. ഡ്രംസ് വരുന്നത് 30 mm ആണ്. ഓക്കെ, ഇതാണ് പുതിയ ജൂപ്പിറ്റർ 110cc വിശേഷങ്ങൾ. ഇത് ഓക്കെ, നമ്മളിന്ന് ഈ 2 മോഡൽ റിവ്യൂ ചെയ്യാൻ വന്നത് പറവട്ടാനി തൃശ്ശൂർ TVS-നാണ്. ഓക്കെ, ഇവിടുത്തെ ആൾക്കാരുടെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇവിടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക. വണ്ടി അത്ര നല്ലൊരു വേരിയൻ്റ് തന്നെയാണ്. ഇതുവരെ ജൂപ്പിറ്ററിൽ വന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു വേരിയൻ്റ് തന്നെയാണ്. ഒരുപാട് ഫ്യൂൽ എക്കണോമി ഫീച്ചേഴ്സും കാണും വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ കളേഴ്സ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി വരുന്നത്. നമുക്ക് അത്യാവശ്യം കാണാൻ ഫ്രണ്ടിൽ ക്യാരി ചെയ്യാനും പറ്റും. എന്നാൽ 33 ലിറ്റേഴ്സിന് വലിയൊരു ബൂട്ടും വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ വന്ന് എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദിസ് ഈസ് മിസ്റ്റർ ഔട്ട്റേജസ് സൈനിങ് ഓഫ്.